നമസ്കാരം പ്രിയപ്പെട്ട എല്ലാവർക്കും വരമ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീൻസ് ഗോപിനാഥിൻ്റെ കുറേയധികം വിശേഷങ്ങൾ നമ്മൾ കേട്ടു. വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്ര അതൊരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഭവമായിരിക്കും. എങ്ങനെയായിരുന്നു ആദ്യത്തെ യാത്ര? ആദ്യത്തെ വിദേശയാത്ര എന്ന് പറയുന്നത് ഒരു വലിയ ട്രാജഡിയാണ്. ട്രാജഡി എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ഈ സ്റ്റാർ സിംഗർ കഴിഞ്ഞിട്ട്, സ്റ്റാർ സിംഗറിൻ്റെ സമയത്താണ് ആദ്യമായിട്ട് പാസ്പോർട്ട് എടുക്കുന്നത്. ഈ വിദേശ പരിപാടികളൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സ്റ്റാർ സിംഗറിൻ്റെ കഴിഞ്ഞ ഫിനാലെ കഴിയുന്ന സമയത്ത് പാസ്പോർട്ടൊക്കെ എടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ആദ്യം പറഞ്ഞ കോള് സ്വിറ്റ്സർലാൻഡിൽ നിന്നാണ്. അപ്പം അന്ന് ഞാൻ, അതുപോലെ നമ്മുടെ മരിച്ചുപോയ സോമദാസ്, ഞങ്ങളൊരു 3-4 പേര് ഒരുമിച്ച് ഒരു ഗ്യാങ് ആയിട്ടാണ് പ്രോഗ്രാമിന് പോകാൻ നിൽക്കുന്നത്. അപ്പോൾ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ ആണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ യാത്ര ഭൂമിയിലെ സ്വർഗത്തിലേക്കാന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഇങ്ങനെ സന്തോഷിച്ചൊക്കെയിരുന്ന് വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്ത് വിസ വന്നപ്പം എനിക്ക് മാത്രം വിസ കിട്ടിയില്ല. ഈ സോമദാസിനും ബാക്കിയുള്ളവർക്കൊക്കെ വിസ കിട്ടി. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പാസ്പോർട്ട് ഫ്രഷായിരുന്നു, അതിൽ വേറെ സീലൊന്നുമില്ല, പുത്തൻ പാസ്പോർട്ട് ആയതുകൊണ്ട് അവർക്കൊരു സംശയം, ഇങ്ങാനും ഞാൻ പോയി സ്വിറ്റ്സർലാൻഡിൽ അങ്ങ് ചാടിയെങ്കിലോ എന്ന് വിചാരിച്ച്. എന്തായാലും വിസ കിട്ടാത്തത് അവർക്ക് കയറി പോകാൻ പറ്റി, എനിക്ക് വിസ കിട്ടിയില്ല. ഞാനൊരു 1-2 മാസം, 1-2 ആഴ്ച ഭയങ്കര സങ്കടമായിരുന്നു. ആദ്യത്തെ ഇങ്ങനെ ട്രിപ്പ് ഒരു സ്വിറ്റ്സർലാൻഡ്, ഭൂമിയിലെ സ്വർഗം കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. അത് എനിക്കറിയാം, ഈ ഷോയ്ക്കൊക്കെ പോകാനായിട്ട് വിസ കിട്ടാതെ വരുമ്പോൾ ഉള്ള അവസ്ഥ അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവും എന്ത് വിഷമമാണ് എന്ന് പറഞ്ഞാൽ. ആ വിഷമം ഞാനും അനുഭവിച്ചതാണ്. നല്ല രീതിയിൽ വിഷമിച്ചു. കാരണം ഈ കൂടെ പോയവരവിടെ ചെന്ന് പ്രോഗ്രാം ഇട്ടിട്ട് അതിൻ്റെ ഫോട്ടോയും കൂടെയൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് പോകാൻ പറ്റിയില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഞാനും അതിനകത്ത് ഉണ്ടാകുമായിരുന്നല്ലോ എന്നൊക്കെയുള്ള ഓർമ്മയും കൂടെ വരുമല്ലോ. അങ്ങനെ 2 ആഴ്ച ഇങ്ങനെ വിഷമിച്ച് വീട്ടിൽ തന്നെ സങ്കടമൊക്കെ ആയിട്ടിരുന്ന സമയത്ത് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും അടുത്ത ഷോ വരുന്നത്. അത് ബഹ്റിനിലേക്കാണ്. അതായിരുന്നു ആദ്യമായിട്ട് ഞാൻ പറന്ന വിദേശയാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ബഹ്റിനിലെ ശരിക്കും ഒറ്റയ്ക്കായിരുന്നു, ഞാൻ തനിച്ചായിരുന്നു എൻ്റെ ആദ്യത്തെ യാത്ര പറക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുമ്പോഴുണ്ടാകുന്നൊരു എക്സൈറ്റ്മെൻറ്റ്, മംഗലാപ്പും, ഫ്ലൈറ്റിൽ കയറിയാൽ എന്ത് ചെയ്യണം, എയർപോർട്ടിൽ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ളൊരു മൊത്തത്തിലുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ അനുഭവിച്ച് ആ എക്സൈറ്റ്മെൻറ്റും, ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ അനുഭവിച്ച് യാത്ര ചെയ്തത് ബഹ്റിനിലേക്കാണ്. അതിനുശേഷം ഒരുപാട്, ബഹ്റിൻ മാത്രമല്ല, എനിക്ക് തോന്നുന്ന ഗൾഫ് കൺട്രീസ്, ഓൾമോസ്റ്റ് എല്ലാ ഗൾഫ് കൺട്രീസും തന്നെ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സൗദി അറേബ്യ, ഈ പറഞ്ഞ ദുബായ്, അബുദാബി, ബഹ്റിൻ, ഒമാൻ, എന്താ പറയുക, കുവൈറ്റ്, അങ്ങനെയൊക്കെ, യമൻ ഒക്കെ ഉൾപ്പെടെയുള്ള അറബ് കൺട്രീസ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ പോകാൻ പറ്റിയിട്ടുണ്ട്. പിന്നീട് അതിന് ശേഷം ധാരാളം ഈ പറഞ്ഞ സ്റ്റാർ സിംഗറിന് ശേഷം ഏകദേശം ഒരു 17 വർഷം പിന്നിടുമ്പോൾ 17ഓളം രാജ്യങ്ങൾ തന്നെ പോയിട്ടുണ്ട്. യൂറോപ്യൻ കൺട്രി ആണെങ്കിലും ആഫ്രിക്കൻ കൺട്രീസ്, ഓസ്ട്രേലിയ, സിംഗപ്പൂർ, അങ്ങനെ ധാരാളം വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട്. ഈ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം വേദികളിൽ നിന്ന് വേദികളിലേക്കുള്ള ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും. അതിൻ്റെ ഇടയിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. അതിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അനുഭവങ്ങൾ ഏതൊക്കെയായിരിക്കും? ഭീകരമായ സംഭവം, സ്റ്റേജിലെ ഭീകര അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ 1-2 തവണയൊക്കെ ഒരു നെഗറ്റീവായിട്ടൊക്കെ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അതിലൊരെണ്ണം ഭയങ്കര ഭീകരമായ അനുഭവമായിരുന്നു. അങ്ങനൊരു അനുഭവം ഇനി ഉണ്ടാവാതിരിക്കട്ടെ. ഇത് നടക്കുന്നത് 2016-15 ആ ഒരു സമയത്താണ്. ഒരു ശിവരാത്രി പ്രോഗ്രാം, ഞങ്ങൾ സീതത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ശിവരാത്രി പ്രോഗ്രാം എടുത്തിട്ട് ഇങ്ങനെ, അപ്പോൾ അതൊരു ഏജൻസി മുഖേന എടുത്തത്. അപ്പോൾ അദ്ദേഹം, നമ്മുടെ ഒരു ഏജൻറ്റ്, പുള്ളി എന്നെ വിളിച്ച് നമ്മുടെ ടീമിനോട് ഓർക്കസ്ട്ര വേണം, അതുപോലെ പാട്ടുകാർ വേണം, സൗണ്ട് സിസ്റ്റമൊക്കെ അവിടെ അവർ അറേഞ്ച് ചെയ്തോളാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾ ഓർക്കസ്ട്രക്കാരും പാട്ടുകാരും എല്ലാം കൂടെ അവിടെ ചെന്നപ്പോൾ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ സീതത്തോട് മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെ, സിറ്റിക്ക് അടുത്ത് തന്നെയാണ്, സിറ്റിയുടെ അടുത്ത് മെയിൻ റോഡിൽ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്യണം. ഈ അമ്പലത്തിലേക്ക് കാറ് പോകത്തില്ല. അതൊരു ഓഫ് റോഡാണ്, ശരിക്കും ഒരു വലിയ മലയുടെ മുകളിലൊരു ശിവക്ഷേത്രം. ആ അമ്പലത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 4-5 കിലോമീറ്റർ കാട്ടിനകത്തൂടെ, പുലിയൊക്കെ ഇറങ്ങുന്ന കാടാണ്. അപ്പോൾ ആ കാട്ടിനകത്തൂടെ ഓഫ് റോഡ് ഒരു മല കയറി, നമ്മുടെ ഈ തുടരും സിനിമയിലെ ലാലേട്ടനെ കൊണ്ട് നമ്മുടെ ജോർജ് സാറൊക്കെ ഡെഡ് ബോഡി കളയാൻ കൊണ്ടുപോകുന്നൊരു കാട് പോലത്തെ ഒരു കാടാണ്. അത് ഫുൾ കയറ്റം ഇങ്ങനെ പോവാണ്. അപ്പോൾ അത് പിക്കപ്പും കൊണ്ട് വന്ന് നമ്മുടെ ഓർക്കസ്ട്രയുടെ ഇൻസ്ട്രുമെൻ്റൊക്കെ പിക്കപ്പിൽ കയറ്റി ഞങ്ങളെ പാട്ടുകാരെയൊക്കെ ജീപ്പിൽ കയറ്റി, അങ്ങനെ 4 സൈഡ് ജീപ്പ് 4x4 ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അങ്ങനെ അതിന് മേളിൽ ചെന്ന് കഴിഞ്ഞപ്പം ഒരു വിശാലമായ ഗ്രൗണ്ട്, ഒരു ചെറിയ ക്ഷേത്രം. അപ്പോൾ ശിവരാത്രി ആയതുകൊണ്ട് തന്നെ, ശിവരാത്രി എന്ന് പറഞ്ഞാൽ നേരം വെളുക്കോളം കലാപരിപാടികളാണല്ലോ, ഉറക്കളയ്ക്കുന്ന പരിപാടിയാണല്ലോ.
ഞങ്ങൾ ചെന്നപ്പോൾ ഒരു നാടകം വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കമ്മിറ്റി ഓഫീസിൽ നമുക്ക് ഡ്രസ്സ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി തന്ന് ഞങ്ങളിങ്ങനെ ചെന്നു വർത്തമാനമൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുവാണ്. ഒരു നാടകം നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നാടകം തുടങ്ങി. 10 മണിയൊക്കെ ആയപ്പോൾ നാടകം തീരാറായ സമയത്ത് കമ്മിറ്റി വന്നിട്ട് പറയുന്നു, നാടകം ഇപ്പോൾ തീരെ പൊട്ട, ഒരു 10-15 മിനിറ്റ് കൂടെ ഉള്ളൂ, നിങ്ങൾ വേഗം സെറ്റാക്കിക്കോ, റെഡിയാക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് സൗണ്ട് ഇതുവരെ വന്നിട്ടില്ല, സൗണ്ടുകാരെവിടെയാണ് കമ്മിറ്റിക്കാർ ചോദിക്കുക. അപ്പോഴാണ് ഞങ്ങളും ചിന്തിക്കുന്നത്, ഞങ്ങളതുവരെ തമാശയൊക്കെ പറഞ്ഞിരുന്നിട്ട് സൗണ്ട് വന്നിട്ടില്ല. ഉടനെ ഈ ഏജൻസി, നമ്മുടെ ഈ പ്രോഗ്രാം വിളിച്ച ഏജൻറ്റിനെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി തിരുവനന്തപുരത്ത് വേറെ എന്തോ പരിപാടി എടുത്ത് പോയേക്കുവാണ്. പുള്ളി മറന്നുപോയി, സൗണ്ടിൻ്റെ കാര്യം വിട്ടുപോയി. ഇപ്പോൾ ശിവരാത്രിയൊക്കെ ആയതുകൊണ്ട് 2-3 പരിപാടികളാണല്ലോ എല്ലാവരും എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ടെൻഷനായി. അവിടെ നിന്ന് വൈക്കം ബിനോയ് ചേട്ടനൊക്കെയാണ് കീബോർഡൊക്കെ വയ്ക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ഈ സീതത്തോടിന് ചുറ്റുപാടുമുള്ള സകലമാന ലൈറ്റ് ആൻഡ് സൗണ്ടുകാരെയും ഫോൺ നമ്പർ എടുത്തിട്ട് വിളി തുടങ്ങി. ശിവരാത്രി ആയതുകൊണ്ട് എല്ലാവർക്കും ബിസിയാണ്, തിരക്കാണ്, ആരും ഒഴിവില്ല. അങ്ങനെ സൗണ്ട് ഇല്ലാതെ നാടകമാണെങ്കിൽ കഴിഞ്ഞു. ഞങ്ങൾ സ്റ്റേജിൽ കയറാതെ പറ്റത്തില്ല. ഞങ്ങൾ സ്റ്റേജിൽ കയറിയപ്പോഴത്തേക്കും ആൾക്കാർ ഭയങ്കര വയലൻ്റായി, പരിപാടി തുടങ്ങണമെന്നായി. അപ്പോൾ ഇങ്ങനെ ആദ്യം ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ആദ്യം മറ്റേ പാട്ടുകാർ, സിനിമ, TV താരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ മാറിയിട്ട് എന്തിനാണ് ഇങ്ങോട്ട് വന്നാൽ സൗണ്ടൊന്നും ഇല്ലാതെ എന്നൊക്കെയുള്ള അവസ്ഥയിലേക്കായി. അടി കിട്ടുമെന്നുള്ള അവസ്ഥയായി. നമ്മുടെ ഈ സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ വേർതിരിച്ചിരുത്തുന്ന ഈ ബാരിക്കേഡൊക്കെ വെച്ചിട്ടുള്ള അതെല്ലാം വലിച്ചു ഊരി ഇപ്പം തല്ലും, ഇൻസ്ട്രുമെൻ്റ് അടിച്ച് പൊട്ടിക്കുന്നൊക്കെയുള്ള ഭീകരാന്തരീക്ഷം. ഞങ്ങളെല്ലാവരും ഇങ്ങനെ പേടിച്ച് വിറച്ച് അവിടെ നിന്ന് എങ്ങനെ ഓടി രക്ഷപ്പെടാൻ പറ്റും? മലയുടെ മുകളിലായിപ്പോയില്ലേ, വണ്ടി എടുക്കണമെങ്കിൽ ഈ കമ്മിറ്റിക്കാർ കനിയണം. താഴെ മെയിൻ റോഡിൽ വന്നാലേ വണ്ടി എടുത്ത് പോരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഓടിയാൽ പോലും ജീവൻ കിട്ടത്തില്ലെന്നുള്ളൊരു അവസ്ഥ നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കൈയൊക്കെ വിറച്ച് മൈക്ക് എടുത്തിട്ട് ഇവരോട് കാര്യം പറയാം, നമ്മൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ സൗണ്ട് കൊണ്ടുവരാതിരുന്നതല്ല, ഇങ്ങനെ ഏജൻസി ചതിച്ചതാണെന്നൊക്കെ പറയാം, വിവരം പറയാമെന്നൊക്കെ പറഞ്ഞ് സ്റ്റേജിലോട്ട് കയറുമ്പോൾ ഉണ്ട് ഒരു ബീക്കൺ ലൈറ്റ് കിട്ടൊരു പോലീസ് ജീപ്പ് വിട്ടടിച്ച് വരും. നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു ജീപ്പ് വന്ന് സ്റ്റേജിൻ്റെ മുമ്പിലേക്ക് നിൽക്കുന്നു. മറ്റേ ഡ്രൈവിംഗ് ഇപ്പുറത്തെ പാസഞ്ചർ സീറ്റിൽ നിന്ന് ജീപ്പിനകത്തുനിന്ന് അവിടെ ഒരു CI, അന്നത്തെ സീതത്തോട് CI, ഒരു വനിതാ CI ആണ്, സാറാമ്മ എന്ന് പറഞ്ഞ സാറാമ്മ പോലീസ്. ആ മാഡം ചാടി സ്റ്റേജിലോട്ട് കയറി. നല്ല സിനിമ സ്റ്റൈൽ, നമ്മുടെ വാണി വിശ്വനാഥൊക്കെ വന്ന സ്റ്റേജിലേക്ക് കയറുന്ന പോലെ ചാടി ഇങ്ങനെ കയറിയിട്ട് ആർട്ടിസ്റ്റുകളല്ലാത്തവരെല്ലാവരും സ്റ്റേജിന് പുറത്തിറങ്ങണമെന്ന് പറഞ്ഞ ഒരു അലർച്ചയായിരുന്നു. അപ്പോൾ ഈ തല്ലാനും മുണ്ടൊക്കെ മടക്കി തിന്ന ആർട്ടിസ്റ്റുകളല്ലാത്തവരെല്ലാവരും പുറത്ത് ചാടി. അങ്ങനെ അവർ വന്ന് രംഗം ശാന്തമാക്കി. നിങ്ങൾക്ക് എന്നാ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് അങ്ങനെ അവിടുത്തെ ഈ ലോക്കൽ സൗണ്ടുണ്ട്, പാട്ട് പ്ലേ ചെയ്യുന്ന ആ 2 ബോക്സൊക്കെ സെറ്റ് ചെയ്ത് തന്ന് കുഞ്ഞൊച്ചയിൽ, എന്ന് വെച്ചാൽ ഒരു ഓഡിറ്റോറിയത്തിൽ കേൾക്കാവുന്ന ഒച്ചയിൽ ഒരു 10 പാട്ട് വേഗം പാടിക്കൊടുക്കുക, എന്നിട്ട് പരിപാടി തീർക്കണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഏകദേശം സമയം 12 മണി 12:30 ആയി. ഇത്രയും വൈകി. അങ്ങനെ 12 അല്ല, 1 മണിയോളം ഒക്കെ ആയി. എന്തായാലും 10 പാട്ട് പാടി 2 മണി 2:30 ആയപ്പോഴത്തേക്ക്, അപ്പം പുലർച്ചെ വെട്ടം വീണു. ഞങ്ങളെന്തായാലും രാവിലെ നേരം വെളുക്കാറായപ്പോഴത്തേക്കും പോലീസ് ജീപ്പേ കയറ്റി ആർട്ടിസ്റ്റുകളെയൊക്കെ താഴെ ഇറക്കി നമ്മുടെ കാറ് കിടന്നിടത്ത് കൊണ്ടാക്കി. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോന്നു. ശരിക്കും പറഞ്ഞാൽ ആ താഴെ ഇറങ്ങി നമ്മുടെ സ്വന്തം വണ്ടിയെ കയറി ഇങ്ങനെ പോന്നു കഴിഞ്ഞപ്പോഴാണ് ശ്വാസം നേരെ വീണത്. എനിക്കൊന്ന് ഞാൻ എൻ്റെ ഈ ഗാനമേള ജീവിതത്തിൽ ഇത്രയും വലിയൊരു ഭീകരമായ അവസ്ഥ അതിന് മുമ്പും അതിന് ശേഷവും ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അത് മറക്കാനാവാത്തൊരു അനുഭവമാണ്. അന്ന് എൻ്റെ കൂടെ വന്നിട്ടുള്ളവരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഓർമ്മ കിട്ടും. അത്രയും വലിയൊരു ഒരു ക്രൂഷ്യൽ സ്റ്റേജായിരുന്നു അത്. സ്റ്റാർ സിംഗറിൻ്റെ സമയത്തും അതിനു മുൻപും വേദികളിൽ അത്യാവശ്യം നന്നായിട്ട് പാടുന്നുണ്ട്, പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും സ്റ്റുഡിയോയിൽ പാടുക എന്നുള്ളത്. സ്റ്റുഡിയോയിൽ ആദ്യമായിട്ട് അവസരം നൽകുന്നത് ആരായിരിക്കും? സ്റ്റുഡിയോ ശരിക്കും ഞാൻ തൃപ്പൂണിത്തുറ RLV കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് വലിയൊരു ഭാഗ്യമുണ്ടായി. അതായത് ഒരു പാട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഗുരുകുല വിദ്യാഭ്യാസം കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ രാമൂരം സ്വന്തം വീട് വിട്ട് തൃപ്പൂണിത്തുറയിലേക്ക് മാറിയ സമയത്ത് അവിടെ ഹോസ്റ്റലിലെ സൗകര്യമൊന്നും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ആദ്യത്തെ ഒരു മാസം ഞാൻ വീട്ടിൽ നിന്ന് വന്നു പോകുമായിരുന്നു. രാമൂരത്തു നിന്ന് രാവിലെ ബസ് KSRTC കയറും. തൃപ്പൂണിത്തുറ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ഛർദ്ദിച്ച് വാളൊക്കെ വെച്ച് അവശനായിട്ടാണ് ക്ലാസ്സിൽ ചെല്ലുന്നത്. വൈകുന്നേരം തിരിച്ചിരിക്കണം. അപ്പോൾ ഈ സ്ഥിരം യാത്ര എന്നെ ശാരീരികമായിട്ട് ഒത്തിരി അങ്ങ് ക്ഷീണിപ്പിച്ചു. ഒരു മാസമൊക്കെ ആയിട്ടും റൂമൊന്നും കിട്ടാതെ വന്നു. എൻ്റെ ക്ലാസ് സാറ് ശ്രീ ചാലക്കുടി VK രമേശൻ സാറിങ്ങനെ ചോദിച്ചു, ഇയാൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. സാറേ ഇങ്ങനെ മുറിയൊന്നും കിട്ടിയില്ല, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സാറ് ഒരു ദിവസം എന്നെ സാറിൻ്റെ സ്കൂട്ടറിൻ്റെ പുറകെ കയറ്റി തന്നെ ഒരു മുറി കാണിച്ചു തരാൻ പറ്റുമെന്ന് നോക്കി അവിടെ കുടിക്കുമോ എന്നും പറഞ്ഞ് അങ്ങനെ സാറിൻ്റെ സ്കൂട്ടറിൽ കയറ്റി
കാക്കനാട് സാറ് താമസിക്കുന്ന ഫ്ലാറ്റിലാണ് ചെല്ലുന്നത്. അങ്ങനെ സാറിൻ്റെ ഫ്ലാറ്റിൽ എനിക്കൊരു മുറി ചെന്ന് കാണിച്ചു തരുന്നു. അങ്ങനെ സാറ് അപ്പോൾ അന്നത്തെ സമയത്ത് ഇനി വെയിറ്റിംഗ് ഷെഡ് കിട്ടിയാലും നമ്മൾ കിടക്കുന്നുള്ള അവസരമാണ്. എങ്ങനെയെങ്കിലും ഈ യാത്രയൊന്നും ഒഴിവാക്കി കിട്ടുള്ളൂ. കാരണം രാവിലെ 2 മണിക്കൂർ അങ്ങോട്ട്, വൈകുന്നേരം 2 മണിക്കൂർ ഇങ്ങോട്ട്. അപ്പം മൊത്തത്തിൽ അങ്ങ് ടയേർഡായി നിൽക്കുന്ന സമയമാണ്. അങ്ങനെ സാറിൻ്റെ വീട്ടിൽ സാറിൻ്റെ കുടുംബത്തോടൊപ്പം സാറിൻ്റെ വൈഫും കുട്ടികളും ഒക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് ഒരു മുറിയിൽ ഞാനും അതിന് ശേഷം 2 പേരും കൂടെ ജോയിൻ ചെയ്ത എൻ്റെ ക്ലാസ്മേറ്റ്സ്. അങ്ങനെ സാറിൻ്റെ കൂടെയായിരുന്നു ഒരു 3 വർഷത്തെ ജീവിതം. അത് ശരിക്കും പറഞ്ഞാൽ ഈ ടീനേജ് പ്രായം എന്നൊക്കെ പറയുന്നത് ഏത് അവസ്ഥയിലേക്കും ഡൈവേർട്ടായി പോകുന്നൊരു പീരീഡാണല്ലോ. അപ്പം ഗുരുകുല വിദ്യാഭ്യാസം സാറിൻ്റെ കൂടെ തന്നെ ആയതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റ് ആയിരുന്നു സാറ്. എല്ലാ ദിവസവും സാധകം, ക്ലാസ്, പ്രാക്ടീസ് ഇതെല്ലാം കൃത്യമായിട്ട് നടന്നു. അപ്പോൾ ആ 3 വർഷം കൊണ്ട് എന്നിലെ പാട്ടുകാരൻ ഇച്ചിരി അച്ചടക്കമുള്ളൊരു പാട്ടുകാരനായി. അപ്പം അങ്ങനെ സാറ് കമ്പോസ് ചെയ്ത ഒരു പാട്ട്, അതാണ് ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ പാടുന്നത്. അമ്പാടി കണ്ണ അഞ്ജന വർണ്ണ അമ്പലപ്പുഴയിലെ പൊന്നുണ്ണി കണ്ണ. ഇതൊക്കെയാണ് ഈ ഒരു കാസറ്റ് സാർ അന്ന് കമ്പോസ് ചെയ്തതാണ്. ഇങ്ങനെ ഈ ഒരു പാട്ട്, അതുപോലെ ഇതിനകത്ത് 2-3 പാട്ടുകൾ. അതിൽ ഈ ഒരു പാട്ട് സ്റ്റുഡിയോയിൽ, പാലാരിവട്ടത്തുള്ള സ്റ്റുഡിയോയിലാണ് ഞാൻ പാടുന്നത്. അപ്പോൾ ആദ്യത്തെ എക്സ്പീരിയൻസ് അതായിരുന്നു സ്റ്റുഡിയോ. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോയിൽ ആദ്യമായിട്ട് സ്റ്റുഡിയോ എന്താണെന്നോ അല്ലെങ്കിൽ സ്റ്റുഡിയോ മൈക്ക് എന്താണെന്നോ ഒക്കെ അറിയത്തില്ലാത്തൊരു, എന്താ പറയുക, ഒരു ബാലൻ്റെ കൗതുകത്തോടു കൂടിയുള്ള പാട്ടായതുകൊണ്ട് തന്നെ പാട്ട് അങ്ങ് ടെൻഷൻ അടിച്ച് അങ്ങ് പാടി വിട്ടു എന്നുള്ളത്. അതൊരു ട്രാക്ക് പാടിയതാണ്. പിന്നീട് ആ പാട്ട് വിജയ് യേശുദാസാണ് റിയലായിട്ടത് പ്ലസ് പാടിയത്. അപ്പം വിജയ് യേശുദാസിന് ഞാൻ ട്രാക്ക് പാടിയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാർ സിംഗറിൻ്റെ ശേഷമാണ് ശരിക്കും സ്റ്റുഡിയോ എക്സ്പീരിയൻസ് കൂടുതൽ കിട്ടി തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ ആദ്യമായിട്ട് ഞാൻ പാടി പുറത്തിറങ്ങിയ പാട്ട് വിജയ് യേശുദാസിൻ്റെ ട്രാക്ക് പാടി. അതിന് ശേഷം ഈ സൂപ്പർ ബീറ്റ്സിൽ പാടുന്ന സമയത്ത് തന്നെ പള്ളിപ്പുറം സുനിൽ എന്ന് പറഞ്ഞ കീബോർഡിസ്റ്റും ഗായകനും സംഗീത സംവിധായകനും, സുനിലേട്ടൻ വളരെ അടുത്ത സുഹൃത്താണ്. സുനിലേട്ടൻ ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ മ്യൂസിക് ഫീൽഡിലുള്ള മ്യൂസിക് ഡയറക്ടറും ഗായകനുമാണ്. അപ്പോൾ സുനിലേട്ടൻ്റെ സംഗീത സംവിധാനത്തിനാണ് ഞാൻ ആദ്യമായിട്ടൊരു പാട്ട് പാടി അത് പ്ലസ്സായിട്ട് കാസറ്റിൽ വരുന്നത്. അത് വൈക്കം ഗൗരി സ്റ്റുഡിയോയിലാണ് ഞാൻ ആദ്യമായിട്ട്. അപ്പോൾ അന്ന് ഞാൻ സൂപ്പർ ബീറ്റ്സിൽ പാടുന്ന സമയത്താണ്. അപ്പോൾ ആ കാസറ്റിൽ ജി വേണുഗോപാൽ സാറ്, സുജാത ചേച്ചി, ഇവരൊക്കെയാണ് മറ്റ് പാട്ടുകളൊക്കെ പാടിയിട്ടുള്ളത്. ആ കൂടെ എനിക്കും സുനിലേട്ടൻ്റെ സംഗീത സംവിധാനത്തിലൊരു പാട്ട് പാടി. അത് ശരിക്കും പറഞ്ഞാൽ മനോരമ മ്യൂസിക്കാണ് അന്നത് എടുത്തത് ആ കാസറ്റ്. ഇപ്പോഴും അത് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതിൽ ഒരു ഹനുമാൻ സ്വാമിയുടെ പാട്ടാണ് ഞാൻ പാടിയത്. അതാണ് എൻ്റെ ആദ്യത്തെ ഞാൻ പാടി പുറത്തിറങ്ങുന്ന, സ്റ്റുഡിയോയിൽ പാടി പുറത്തിറങ്ങുന്ന ആദ്യത്തെ, ഞാൻ പിന്നണി ഗായകനായി എന്ന് പറയുന്ന ആദ്യത്തെ പാട്ട് അതാണ്. അപ്പോൾ സുനിലേട്ടൻ ആ പാട്ട് തന്നതിൻ്റെ സുനിലേട്ടനോടൊരു വലിയ സ്നേഹവും നന്ദി ഇപ്പോഴും ഉണ്ട്. അതിനുശേഷം സുനിലേട്ടനോട് കുറേ പ്രോഗ്രാം ചെയ്തു. ഞാൻ മ്യൂസിക് ചെയ്ത വർക്കിന് സുനിലേട്ടൻ ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല കഴിവും ജ്ഞാനവും ഒക്കെ ഉള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് ശ്രീ പള്ളിപ്പുറം സുനിലേട്ടൻ. സുനിലേട്ടനാണ് ശരിക്കും എന്നെ ആദ്യം പിന്നണി ഗായകനാക്കുന്നത്. പിന്നീട് കുറേ അധികം പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു 100-ലധികം പാട്ടുകൾ ഞാൻ പിന്നണി പാടിയിട്ടുണ്ട്. 10-20 പാട്ടുകൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. നോൺ ഫിലിമിലും ഇപ്പോൾ 10 മാസം എന്ന് പറഞ്ഞാൽ മനോരമ മാക്സിൽ ഇപ്പോഴും റണ്ണിങ് ആണ്. 10 മാസം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് മ്യൂസിക് ചെയ്യുന്നത്. എൻ്റെ സിനിമയിലെ ഒരു മ്യൂസിക് ഡയറക്ടറായിട്ടുള്ളൊരു ഡെബ്യൂട്ട് മൂവി എന്ന് പറയുന്നത് ഈ 10 മാസമാണ്. അതിലൊരു പാട്ട് ഞാൻ പാടിയിട്ടുമുണ്ട്. 2 പാട്ടുകളാണ് അതിൽ കമ്പോസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സിനിമകൾ വന്നിരിക്കുന്നത് സെക്ടർ 112 എന്ന് പറഞ്ഞൊരു പടമാണ് പാടിയിരിക്കുന്നത്. ഒടുവിൽ പാടിയത് ഉരുൾ എന്ന് പറഞ്ഞ സിനിമയാണ്. അങ്ങനെ ഒരു പിടി 2-3-4 പടങ്ങൾ. അതുപോലെ നമ്മുടെ മാർഗവതി, നമ്മുടെ രാമപുരത്തിൻ്റെ പ്രിയങ്കരനായ മിമിക്രി കലാകാരൻ റെജി രാമപുരം, റെജിചേട്ടൻ സംവിധാനം ചെയ്ത ഹ്രസ്വചിത്രമാണ്, ഷോർട്ട് മൂവിയാണ് മാർഗവതി. നമ്മുടെ കോട്ടയം നസീർക്കാണ് അതിലെ പ്രധാന കഥാപാത്രം ചെയ്തിരിക്കുന്നത്. അപ്പം മാർഗവതിയിലെ മനോഹരമായ 2 പാട്ടുകൾക്ക് സംഗീതം നൽകുവാനായിട്ട് സാധിച്ചു. ശരിക്കും പറഞ്ഞാലൊരു ഗായകനാവുക എന്നുള്ളതാണ് ഇപ്പോഴും എന്നും ഇഷ്ടം കൂടുതൽ. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമ്മൾ സംഗീത സംവിധായകൻ്റെ കുപ്പായം അണിയേണ്ടി വന്നിട്ടുണ്ട്. അത് എൻ്റെ മ്യൂസിക്കിലുള്ള പാട്ടുകൾക്കും ആളുകൾ നല്ല അഭിപ്രായം തന്നെ പറയാറുണ്ട്. അതൊരു വലിയ സന്തോഷമാണ്. സാധാരണ പാട്ടുകാർ സംഗീതം ചെയ്താൽ കേൾക്കാൻ കൊള്ളത്തില്ലെന്നൊക്കെയാണ് പരക്കെയുള്ളൊരു അഭിപ്രായം. പക്ഷേ എൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. നല്ല പാട്ടുകളും ഉണ്ടാകുന്നുണ്ട് എന്നാണ് കൂടുതലും കേൾക്കുന്ന ആളുകൾ പറയുന്നത്. കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം
ഒരു റോൾ മോഡലായിട്ട് ഒരു വ്യക്തിയെ മനസ്സിൽ കൊണ്ട് നടക്കാറുണ്ട്. ജിൻസിൻ്റെ കലാജീവിതത്തിൽ ആരായിരിക്കും ഒരു മെൻറ്ററായിട്ട് മനസ്സിൽ കാണുന്ന ഒരു വ്യക്തി? ഞാൻ കുട്ടിക്കാലം തൊട്ടേ എന്താ പറയുക, നമുക്ക് ആരാധിക്കുകയോ അല്ലെങ്കിൽ ഫോളോ ചെയ്യുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ നമ്മുടെ ഇന്ത്യയുടെ മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ KS ചിത്ര ചേച്ചിയെ പല കാര്യങ്ങളിലും ഞാനിങ്ങനെ ഫോളോ ചെയ്യാറുണ്ട്. അത് ഇപ്പം എല്ലാവരും പാട്ടിൻ്റെ കാര്യത്തിൽ ചേച്ചി ഒത്തിരി ഫോളോ ചെയ്യാറുണ്ട്. ചേച്ചി പാടുന്ന സ്റ്റൈല്, ചേച്ചിയുടെ പാട്ടിൻ്റെ ആലാപന ശൈലി. പക്ഷെ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള, അല്ലെ ചേച്ചിയെ ആദ്യമായിട്ട് കണ്ട് പിന്നീട് ചേച്ചിയായിട്ട് പരിചയമാവുന്നതും എപ്പോഴും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ചേച്ചി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും പഠിക്കുവാനും അങ്ങനെ ആവാനും ശ്രമിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭയങ്കരമായ ഒരു പേഷ്യൻസ്, ക്ഷമ എന്ന് പറയുന്നത്. എത്ര എന്താ പറയുക, നമ്മളെ മനസ്സിനെ അലോസരപ്പെടുത്തുന്ന ഒരു മൊമെൻ്റ് ഉണ്ടെങ്കിലും ചേച്ചി അതൊന്നും പുറമേ കാണിക്കാതെ ആളുകൾക്ക് മുമ്പിൽ, കാരണം ഞാനെപ്പോഴും അറിയുന്നത് പലപ്പോഴും ഇപ്പോൾ ചിത്ര ചേച്ചി എന്ന് പറയുന്നത് ലോകം അറിയപ്പെടുന്ന ഒരു ഗായികയാണ്. ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിലും, മലയാളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ പല ഭാഷകളിലും, എത്രയോ ഭാഷകളിൽ ചേച്ചി പാടിയിരിക്കുന്നു. തമിഴിൽ ചെന്നാലും അവിടെ ആരാധകരുണ്ട്, കന്നഡത്തിൽ ചെന്നാലും അവിടെ ആരാധകരുണ്ട്, തെലുങ്കിൽ ചെന്നാൽ, ഹിന്ദിയിൽ, അങ്ങനെ എത്രയെത്ര ഭാഷകളിൽ പാടിയതാണ്. ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം വേൾഡിൽ എവിടെ ചെന്നാലും ആരാധക വൃന്ദങ്ങളുടെ വലിയ തിരക്കായിരിക്കും. അപ്പോൾ എത്ര തിരക്കിലും ആളുകളോട് എങ്ങനെ സൗഹൃദപരമായിട്ട് പെരുമാറാൻ സാധിക്കുന്നത് എന്നെ ഭയങ്കര അത്ഭുതമാണ്. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഒരിക്കൽ ചേച്ചിക്ക് ഞാൻ ബർത്ത്ഡേ വിഷ്, അപ്പോൾ ചേച്ചിയുടെ ഫോൺ നമ്പറൊക്കെ കിട്ടി ഞാനിങ്ങനെ ചേച്ചിക്ക് മെസ്സേജൊക്കെ അയക്കും, ചേച്ചി റിപ്ലൈ ഒക്കെ തരുന്നൊരു ഭയങ്കരമായ, നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ദൈവതുല്യം കണ്ടിട്ടുള്ള ഒരാളാണ് ചിത്ര ചേച്ചി എന്ന് പറയുന്നത്. അപ്പോൾ ചേച്ചി ഒരിക്കലും നേരിട്ട് കാണുമെന്നോ അല്ലെങ്കിൽ ചേച്ചിയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുമെന്നോ ഒന്നും വിചാരിച്ചിരുന്നതല്ല. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ചിത്ര ചേച്ചിയുടെയൊക്കെ അടുത്ത് ചെല്ലാൻ പറ്റും എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ചേച്ചിയുടെ കൂടെ പാടാൻ പറ്റി സ്റ്റേജിൽ, ചേച്ചിയോടൊപ്പം ചായ കുടിക്കാൻ പറ്റി, ചേച്ചിയോട് സംസാരിക്കാൻ പറ്റാറുണ്ട്. അപ്പം നമുക്കിപ്പോഴും ഒരു എന്താ പറയുക, ഒരു സംഗീത ദേവത, എന്നൊരു സരസ്വതി ദേവിയെ പോലെയാണ് ഞാൻ ചേച്ചിയെ കാണുന്നതൊക്കെ. അപ്പം ഒരിക്കലും ഇതുപോലെ ചേച്ചിയുടെ ജന്മദിനത്തിന് ഒരു ഹാപ്പി ബർത്ത്ഡേ മെസ്സേജ് അയച്ചു. അപ്പോൾ രാവിലെ 6 മണിക്കെന്തോണ് ഞാൻ മെസ്സേജ് അയക്കേണ്ടത്. അതിന് അപ്പോൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയാണ് അയക്കുന്നത്. കാരണം നമുക്കറിയാം KS ചിത്ര എന്ന് പറയുന്ന ഒരു വലിയ ഗായികയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജന്മദിനത്തിന് അവർക്ക് വരുന്ന മെസ്സേജുകളുടെ എണ്ണം എത്രയായിരിക്കും, എത്ര ലക്ഷം മെസ്സേജുകളായിരിക്കും അവർക്ക് വരുന്നത്. നമുക്ക് ചുമ്മാ ഒന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ, എത്ര ലക്ഷം മെസ്സേജുകളായിരിക്കും അവരുടെ ജന്മദിനത്തിന് വരുന്നത്. നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്ര പേരെ അയക്കുകയുള്ളൂ. അതിൽ ഒരു 100 അല്ലെങ്കിൽ 150 പേർക്ക് നമുക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ ഒരു പ്രശ്നമില്ല. പക്ഷേ ചേച്ചി അന്ന് വൈകിട്ട്, അതായത് രാവിലെ ഞാൻ അയച്ച മെസ്സേജിന് രാത്രി 11:45 12 മണി സമയത്ത് താങ്ക് യു ജിൻസ് എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ തന്നു. അപ്പോഴാണ് ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്ക്ഡായിപ്പോയത്. കാരണം ആ റിപ്ലൈ ഞാൻ പ്രതീക്ഷിച്ചിരുന്നതുമല്ല. അത് വന്നില്ലേ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ ഇത്രയും തിരക്കിനിടയിൽ ഈ ലക്ഷോപലക്ഷം ആശംസകൾ വരുന്ന ഫോണിൽ നിന്നും തിരിച്ച് ആ ആശംസകൾ അർപ്പിച്ച എല്ലാവർക്കും ചേച്ചി റിപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്തൊരു ജന്മമായിരിക്കും എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതായത് ഒരാളെ പോലും പിണക്കാതെ, ഒരാളെ മുഷിപ്പിക്കാതെ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ച് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പബ്ലിക് ഫിഗർ ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് അതിന് സാധിക്കുന്നതെന്ന് ഓർത്തിട്ടുണ്ട്. പാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒത്തിരി പേര്, നമ്മൾ ഉൾപ്പെടെയുള്ളൊരു ചേച്ചി പാടുന്ന രീതിയും പാട്ടിലെ സംഗതികളും പാട്ടിലെ ഭാവവും ഒക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ക്യാരക്ടർ വൈസ് എനിക്ക് തോന്നുന്നു ചിത്ര ചേച്ചിയോളം വരുന്ന അത്രയും വിശാല മനസ്കയായിട്ടുള്ളൊരു ക്യാരക്ടറിനെ വേറെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഞാൻ ഒരിക്കൽ പോലും ചേച്ചി ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. നമ്മളാരും തന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ. പക്ഷേ ഉണ്ടാവാൻ ദേഷ്യമൊക്കെ. പക്ഷേ എങ്ങനെയാണത് പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇത് ഹൈഡ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നത്? ആ സ്വതസിദ്ധമായ സ്വഭാവം എങ്ങനെയാണ് മൂടി വയ്ക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് ആളുകളോട് ഇത്രയും സ്നേഹത്തോടു കൂടി പുഞ്ചിരിച്ചുകൊണ്ട്, എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നത്? ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ്, നമ്മൾ 1-2 സിനിമകളിലൊക്കെ പാടിയിട്ടുള്ള പല ഗായികമാരും മുഖം കറുപ്പിച്ച് വർത്തമാനം പറയുന്നതും അവരുടെയൊക്കെ തലക്കനമൊക്കെ നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് പലരുടെയും. പക്ഷേ ഇത്രയധികം നാഷണൽ അവാർഡ്സും എന്താ പറയുക, പ്രശസ്തിയും എല്ലാം കൈമുതലായിട്ടുള്ളൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്ര സിമ്പിളാവാൻ പറ്റുന്നത്? ഞാൻ എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു കാര്യത്തിൽ. ജിൻസെ, ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു?
അതുപോലെ തന്നെ സുഹൃത്തുക്കളും നാട്ടുകാരും എങ്ങനെയാണ് ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്? ഫാമിലി, അച്ഛൻ, അമ്മ, ഞങ്ങൾ 2 മക്കളാണ്. എനിക്കൊരു ചേച്ചിയാണുള്ളത്, ജിനു. ചേച്ചിമാരുടെയൊക്കെ ആയി കോട്ടയത്ത് അയ്മനത്ത് സെറ്റിൽഡാണ്. എൻ്റെ ഫാമിലിയിൽ വൈഫും 2 കുട്ടികളാണ്. വൈഫ് അശ്വതി നേഴ്സാണ്, സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു, കൂത്താട്ടുള്ളത് തന്നെ. മക്കൾ 2 പേരാണ്, ഗയന. ഒരാൾ 5ാം ക്ലാസ്സിലും ഒരാൾ 2ാം ക്ലാസ്സിലും പഠിക്കുന്നു. ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ അച്ഛനും അമ്മയുമാണ് ഏറ്റവും വലിയ സപ്പോർട്ടെന്ന് പറയുന്നത്. ഈ പാട്ടിൻ്റെ കാര്യത്തിൽ ഒരു തൂക്കം അച്ഛൻ കൂടുതലാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ അച്ഛൻ്റെ വലിയ ആഗ്രഹമായിരുന്നു പാട്ടുകാരനാവണമെന്നുള്ളത്. അപ്പം ഇപ്പോഴും ഞാൻ പാടിയ പാട്ടുകളും അല്ലെങ്കിൽ എൻ്റെ പ്രോഗ്രാമൊക്കെ കാണാൻ വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം അത് എല്ലാ പാട്ടുകളും വീഡിയോ എടുത്ത് വെച്ചിട്ട് വീട്ടിലിരിക്കുമ്പോഴൊക്കെ എൻ്റെ പാട്ടുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളും കൂടെയാണ് എൻ്റെ അച്ഛൻ. പിന്നെ ഏറ്റവും വലിയ നമ്മുടെ ഒരു ശക്തി എന്നൊക്കെ പറയുന്നത് നല്ല സുഹൃത്ത് ബന്ധങ്ങളാണ്. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ എപ്പോഴും ഞാൻ ഒരുപാട് സൂക്ഷിക്കുന്നതാണ്. എന്നെ സംബന്ധിച്ച് ഈ രാമപുരത്ത് ഏറ്റവും കൂടുതൽ സുഹൃത്ത് ബന്ധങ്ങളുള്ള ഒരാളും കൂടിയാണ് ഞാൻ. നല്ല കുറേ എന്താവശ്യത്തിനും എല്ലാ രീതിയിലുമുള്ള സപ്പോർട്ട് കിട്ടുന്ന ഒത്തിരി വലിയ സുഹൃത്ത് ബലമുള്ളൊരു ഭാഗ്യവാനാണ് ഞാൻ. കാരണം ഇപ്പം ഞങ്ങളുടെ ഈ പാട്ട് മേഖലയിലൊക്കെ പല പാട്ടുകാരുമായിട്ട് ഞങ്ങൾ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ പറയും, പലരുടെയും നാട്ടിലൊക്കെ അവർക്ക് പ്രോഗ്രാമിനെ കിട്ടാറില്ല. എന്നുവെച്ചാൽ അവർ പലരും പറയും, എടാ എൻ്റെ നാട്ടിലൊന്നും നമുക്ക് ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ പലരുടെയും നാട്ടിലൊന്നും അവർക്ക് വലിയ വിലയൊന്നുമില്ല. നാട്ടിലെന്തെങ്കിലും പ്രോഗ്രാമൊക്കെ വരുമ്പോൾ പുറത്തുനിന്ന് ആളെ വിളിക്കും, നമുക്ക് പ്രോഗ്രാം തരത്തില്ല എന്ന് പറയും. പക്ഷേ എൻ്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ വെറുതെ തമാശയ്ക്ക് പറയും, കലാകാരന്മാർക്ക് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന്. പക്ഷേ എൻ്റെ നാട്ടിൽ എനിക്ക് ഭയങ്കര മണമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷത്തിലും എനിക്ക് തോന്നുന്നു നാട്ടിൽ പ്രോഗ്രാം ഇല്ലാത്ത ഒരു വർഷം പോലും കഴിഞ്ഞു പോകുന്നില്ല. കാരണം നമ്മുടെ രാമപുരവും രാമപുരം പാലാ ഏരിയയിൽ എല്ലാ വർഷവും ഒരു 2 പ്രോഗ്രാമെങ്കിലും എനിക്കുണ്ടാവും. ഒരു പക്ഷേ നാട്ടിലത്തെ പാട്ടാസ്വാദകർ അല്ലെ ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നു, അതല്ലെങ്കിൽ എൻ്റെ പാട്ടിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ ചേർപ്പുങ്കൽ പള്ളിയിലെ പെരുന്നാൾ, മുണ്ടാങ്കൽ പള്ളിയിലെ പെരുന്നാൾ, അതുപോലെ അമ്പലങ്ങളെടുത്താൽ പള്ളിയാമ്പുറം ക്ഷേത്രത്തിലെ ഉത്സവം. അങ്ങനെ ഒത്തിരി നമ്മുടെ നാട്ടിൽ എല്ലാ വർഷവും ഏതെങ്കിലും ഒരു ഉത്സവത്തിന്, ഇപ്പം ഏഴാച്ചേരി അമ്പലത്തിലെ നമ്മുടെ ഒഴക്കാട്ടുകാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ലാസ്റ്റ് മന്ത് നമ്മുടെ അന്തിനാടല്ല നമ്മുടെ പൈപ്പാറ് പള്ളിയിലെ പ്രോഗ്രാം. അപ്പം എല്ലാ വർഷവും ഒരു 2-3 പ്രോഗ്രാം എനിക്ക് സ്വന്തം നാട്ടിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ നാടിൻ്റെ വലിയ അംഗീകാരമാണ്. സ്വന്തം നാട്ടിൽ പ്രോഗ്രാം ലോകത്ത് എവിടെയൊക്കെ പ്രോഗ്രാം കിട്ടിയാലും അവനവൻ്റെ നാട്ടിൽ പ്രോഗ്രാം കിട്ടുന്നില്ല, അവനവൻ്റെ നാട്ടുകാർ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ ഒരു എന്താ പറയുക, ഒരു അവഗണന അല്ലെങ്കിൽ ഒരു കുറവ് വേറെയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ നാട്ടിൽ എല്ലാ വർഷവും മുടങ്ങാതെ ഒരു 2 പ്രോഗ്രാമെങ്കിലും കിട്ടുന്നുണ്ട്. അടുത്ത വർഷവും നമ്മുടെ നാട്ടിലൊരു പ്രോഗ്രാം ഇപ്പോഴേ ബുക്ക്ഡായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് ഒരു കലാകാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അവാർഡാണ് അവനവൻ്റെ നാട്ടിൽ പ്രോഗ്രാം കിട്ടുക എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും നല്ല സപ്പോർട്ടീവായിട്ടുള്ള നമ്മുടെ നാടെന്ന് പറയുന്നത് അറിയാമല്ലോ, നമ്മുടെ നാട് ഒരുപാട് നാഗരികമായ മാറ്റം അങ്ങോട്ട് വന്ന് കയറാത്ത ഒരു ഇപ്പോഴും ഗ്രാമീണ ഭംഗി നിലനിൽക്കുന്ന അല്ലെ, പുഴകളും പാടവും ക്ഷേത്രങ്ങളും ഒക്കെ കുടികൊള്ളുന്ന നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമായ ഒരു കൊച്ചു പഞ്ചായത്താണ് നമ്മുടെ രാമപുരം എന്ന് പറയുന്നത്. അപ്പോൾ ആ പഞ്ചായത്തിൻ്റെ ഭംഗി പോലെ തന്നെ അവിടുത്തെ ആളുകൾക്കും ആ ഭംഗിയുണ്ട്. ഇവിടെ ഇതുവരെ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ നിറത്തിൻ്റെ പേരിലോ ഒന്നും എനിക്കിതേവരെ അവഗണനകൾ ഉണ്ടായിട്ടില്ല, മാറ്റി നിർത്തപ്പെടേണ്ടി വന്നിട്ടില്ല. ഇതുവരെ ഒരിടത്തൊന്നും അങ്ങനെ എന്നെ മാറ്റി നിർത്തിയിട്ടില്ല. അപ്പോൾ ഒരു രാമപുരംകാരനായതിൽ വളരെയധികം അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നൊരു കലാകാരനാണ് ഞാൻ. പ്രിയപ്പെട്ട ജീൻസ് ഗോപിനാഥിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. അദ്ദേഹത്തിന് സംഗീത രംഗത്ത് വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ, എല്ലാ വിജയങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ചും ഈ വരമ്പിലൂടെ കുറച്ച് വിശേഷങ്ങൾ പറയാൻ സാധിച്ചതിൽ. തീർച്ചയായും ഒരു കലാകാരനാകുമ്പോൾ ഉറപ്പായിട്ടും ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും, ഒരുപാട് ഭാവി പദ്ധതികളുണ്ടാവും. ഇപ്പം ഞാൻ പാട്ടുകാരനാണ്, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സംഗീത അധ്യാപകൻ കൂടിയാണ്. പാലായിലും നമ്മുടെ രാമപുരത്തുമായിട്ട് ജംസ് മ്യൂസിക് അക്കാഡമി സ്വന്തമായിട്ട് നമ്മൾ കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നതും കൂടിയുണ്ട്. അത് മറ്റൊന്നല്ല, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മളിൽ തന്നെ ഒടുങ്ങിപ്പോവാതെ പുതിയ തലമുറയിലെ കുട്ടികൾക്കും കൂടെ
എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. കാരണം പാട്ട് പഠിക്കാനായിട്ട് ഒരുപാട് കൊതിച്ച ഒരച്ഛൻ്റെ മകനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ജെംസ് എന്ന അക്കാഡമി തുടങ്ങിയത് തന്നെ കുറച്ച് പാട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക്, ഒരു ബിസിനസ് എന്നതിനേക്കാൾ ഉപരി ഒരു ബിസിനസ് മൈൻഡ് അതിൽ വളരെ കുറവാണ്. പാട്ട് പഠിക്കാൻ ആഗ്രഹിച്ച് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരുണ്ട്, സാമ്പത്തികമൊക്കെ ഉണ്ടായിട്ട് സമയമില്ലാത്തവരുണ്ട്, ആഗ്രഹമുണ്ട്, നല്ലൊരു സ്ഥാപനം കിട്ടാഞ്ഞിട്ടാണെന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പം എല്ലാ പ്രായത്തിലുള്ള എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മറ്റ് പ്രൊഫഷനിലുള്ളവർക്കാണെങ്കിലും പാട്ടിനോട് ഇഷ്ടമുള്ളവർക്കൊക്കെ പാടുവാനും പാട്ടിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഒക്കെ ആയിട്ടാണ് ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. ഏകദേശം ഒരു 3 വർഷത്തോളമായിട്ട് വളരെ സക്സസ്ഫുള്ളായിട്ട് പാലായിലും രാമപുരത്തുമായിട്ട് ജെംസ് അക്കാഡമി ഞാൻ നേരിട്ട് തന്നെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ ആ അക്കാഡമി കുറച്ചുകൂടെ വിപുലീകരിക്കണം, കൂടുതൽ ആളുകളിലേക്ക് എൻ്റെ സംഗീതം എത്തിക്കണം എന്നാണ് ആഗ്രഹം. അതുപോലെ തന്നെ ഒരു കലാകാരൻ ജീവിച്ചിരിക്കുമ്പോഴുള്ള ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ വലിയ തെളിവുകളാണ് നമ്മളുടെ സൃഷ്ടികൾ. അപ്പം നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുമ്പോൾ നല്ല സൃഷ്ടികൾ ഉണ്ടാകുന്നതാണ്. നല്ല സൗഹൃദങ്ങളുണ്ട്, ആ നല്ല സൗഹൃദങ്ങളെ വളർത്തുവാനും അതുപോലെ തന്നെ നല്ല സൃഷ്ടികൾ ഉണ്ടാകുവാനും ആ സൃഷ്ടികളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും എനിക്ക് പറ്റട്ടെ എന്നാണ്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സിനിമയാണെങ്കിലും സിനിമ ഇതര ഗാനങ്ങളാണെങ്കിലും കുറച്ചധികം പാട്ടുകൾ എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും ആസ്വദിക്കുവാൻ വേണ്ടിയിട്ട് പാടണമെന്നും പറ്റുമെങ്കിൽ പറ്റുന്നിടത്തോളം പാട്ടുകൾക്കൊക്കെ ഈണമിടണമെന്നും ഒക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിന് ആ വലിയ ഒരു പിന്തുണയുടെ ഭാഗമെന്നോണം വരമ്പ് നൽകിയ ഈ ഒരു സ്നേഹത്തിനും പിന്തുണയ്ക്കും വലിയ സ്നേഹവും നന്ദിയും, അതുപോലെ എൻ്റെ പാട്ടുകളെയും പ്രോഗ്രാമുകളെയും ഒക്കെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാ ആളുകൾക്കും, ഓരോ ആസ്വാദകർക്കും ഹൃദയം നിറയെ സ്നേഹം. നന്ദി, നമസ്കാരം.